നമസ്കാരം. ടി ജി മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിലെ സന്തോഷത്തോടെ കാണുന്ന കുറെ സോഷ്യൽ മീഡിയ ജിഹുകളോട് മാത്രം നന്നായി സന്തോഷിക്കുക. രമേശ് ചെന്നിത്തലയും ചെയ്യുന്ന ഈ ഒരു സഹായത്തിന് നമ്മളെ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം താൽക്കാലികമായി കുറച്ച് ദിവസം നിയമത്തിന്റെ ഒരു കേസ് ഉണ്ടായാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കൂടെ കാണും, ആഭ്യന്തര വകുപ്പിന്റെ കൂടെ. പക്ഷെ നിങ്ങൾക്കറിയാമോ, അദ്ദേഹം പറഞ്ഞ 3-4 കാര്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ലോ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞത് അക്രമാസക്തമായി വരുന്ന ഒരു മോബിനെ, സാധാരണ പോലീസിന്റെ 144 സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിന്റെ സീക്വൻസ് എന്താണ്? ആകാശത്തേക്ക് വെടിവെക്കും, പിന്നെ നേരെ വെടിവെക്കും. അത് തന്നെയാണ് നിങ്ങൾ കൂത്തുപറമ്പിൽ ചെയ്തതും 6-7 പേരെ കൊന്നതും ഒക്കെ. അതുപോലെ ഒരുപാട് വെടിവെയ്പ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതങ്ങനെയല്ലേ ചെയ്യുന്നത്? ഭരണസിരാ കേന്ദ്രത്തിനടുത്തേക്ക് എത്രത്തോളം ക്രിമിനലാണ് അവിടെ വന്നത്, എത്രത്തോളം ക്രിമിനൽസിനെയാണ് അവിടെ ഡൽഹി പോലീസ് കേസ് ഇട്ടിരിക്കുന്നത്, എഫ്ഐആർ ഇട്ടിരിക്കുന്നതെന്ന് പ്രൂവ് ചെയ്താൽ ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത്, സ്ത്രീകള് അവിടെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന അവരവിടെ എത്തിയായിരുന്നല്ലോ. അവിടെ വേടനും ഒരു വേടത്തി എത്തിയായിരുന്നല്ലോ. കേരളത്തിൽ നിന്ന് തന്നെ പോയി. വേടനെതിരെയുള്ള ആരോപണം എന്താണ്? ഈസി ആയിട്ട് നമുക്ക് അതിന്റെ എഫ്ഐആർ കോപ്പി എടുത്ത് കാണിക്കാം. അതായത് 3-4 പെൺകുട്ടികൾ കൊടുത്തേക്കുന്ന മൊഴി, വേടനെതിരെ കൊടുത്തേക്കുന്നത് ബ്ലഡ് വരുന്നിടം വരെ ക്രൂരമായി പീഡിപ്പിക്കുമെന്നാണ്. അപ്പൊ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന അവനായി. പിന്നെ അതിന്റെ കൂടെ പോയ ഒരു പെണ്ണ്, ഒരു പന്നിച്ചുണ്ടി ഒരുത്തി പോയായിരുന്നു കേരളത്തിൽ നിന്ന്. അവള് പറഞ്ഞത് ഒരു ഓൺലൈൻ ചാനലിൽ ഇരുന്ന് ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട്. അവള് 8-10 പേരെയൊക്കെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവളും ഇഷ്ടപ്പെടുന്നവരാണ്. അവിടെ വന്നല്ലോ. പിന്നെ അവിടുന്ന് പോയ ഈ ക്ലീൻ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള നമ്മൾ അതിന്റെ പോസ്റ്റ്മോർട്ടം ന്യൂസുകൾ ഒരുപാട് കണ്ടതാണ് ആ ഇൻസിഡന്റിന്റെ, ഡൽഹി ഇൻസിഡന്റിന്റെ. ഇത് പാറ്റാ സമരം എന്ന് പറഞ്ഞ് അവിടെ വന്ന ക്രിമിനലുകളെ പറ്റിയാണെന്ന് അദ്ദേഹത്തിന് ഈസി ആയിട്ട് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അദ്ദേഹം അത് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. പക്ഷെ രമേശ് ചെന്നിത്തല എങ്ങനെ രക്ഷപ്പെടും? ടൈറ്റാനിയം കേസിൽ നിന്നും എവറസ്റ്റിൽ നിന്നും ഹിമാലയിൽ നിന്നും ഒക്കെ എങ്ങനെ രക്ഷപ്പെടും? അപ്പം അങ്ങനെ ഇനി തൂഫാൻ ആർക്ക് വേണ്ടിയാണ്? 10 വർഷം ആയി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന എല്ലാ വരുമാന സ്രോതസ്സും, ഇല്ലിസിറ്റ് വരുമാന സ്രോതസ്സും UDFന്റേതാക്കി മാറ്റാനുള്ള ഒരു ക്യാമ്പയിൻ. അതിലൊന്നു മാത്രമാണ് ഈ തൂഫാൻ. മംഗലാപുരം ഗോവ ബെൽറ്റിന്റെ പണം കിട്ടിയത് രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് പറയാതെ പറയുന്നതാണ് ഈ പ്രവൃത്തി. അതിനിപ്പോ UDFന്റെ കയ്യിലേക്ക് പോകും. ഇതിന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് വെറുതെ ഈ കേസ് നടത്തിക്കൊണ്ട് പറയുന്നതാണെന്ന്. ഞങ്ങളെന്ന് പറഞ്ഞാൽ GCCയിലൊക്കെ ഉള്ള ആൾക്കാർക്കറിയാം, കോൺഗ്രസിന് അധികാരം കിട്ടിയപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഒരുപാട് പ്രവൃത്തികൾ, ഓർഡറുകൾ വന്നു. അതിലൊന്നാണ് ഒരു ഗൾഫിലേക്ക് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് പെണ്ണുങ്ങളെ കടത്തുന്ന ഇടതുപക്ഷത്തിന്റെ ഒരുത്തനെ കൊച്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ആ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരെല്ലാം കെ മുരളീധരന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ചുറ്റിനും നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ അന്തം വിട്ട് മൂക്ക് വിരലും വെച്ച് നിന്നു. ഇവിടെയൊക്കെ പാസ്പോർട്ട് വാങ്ങി പണം കൊടുത്തിട്ട് ടോർച്ചർ ചെയ്യുന്ന പലിശ പണ്ടാരങ്ങളാണ് അവരെന്ന് നമുക്കറിയാം. നമുക്ക് ഈ GCCയിലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കെല്ലാം അറിയാം. ഈ സെന്റിമെന്റ്സ് നന്മമരങ്ങളല്ല, അല്ലാത്ത യഥാർത്ഥ സോഷ്യൽ വർക്കേഴ്സിന് അറിയാം യവന്മാരാണ് അവന്മാരെന്ന്. അത് 1. 2, സ്വർണം പൊട്ടിക്കൽ. ഇപ്പൊ ഈ ആയങ്കി പിടിച്ചു, ആയങ്കി എന്ത് വിവരക്കെട്ടോ ആയിക്കോട്ടെ, ആയങ്കിക്ക് പകരം വരാൻ പോണ ആരാണ്? ലീഗിന്റെയും കോൺഗ്രസിന്റെ ആൾക്കാർ അവിടെ അവന് പകരം പൊട്ടിക്കാൻ അവിടെ പോലീസുകാരന് ഒത്താശ ചെയ്തു കൊടുത്തു കഴിഞ്ഞു.
ലീഗിന്റെ അഡ്വൈസിൽ. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്, പ്രായോഗികമായി കാണുന്നതാണ്. നിങ്ങൾ ഈ മാമാപത്രങ്ങളുണ്ടല്ലോ, ഈ മർഡോക്ക് സോറോസ് ഡീപ് സ്റ്റേറ്റ് പത്രങ്ങളോ ചാനലോ തരുന്ന വാർത്തകളല്ലാതെ ഞങ്ങൾക്കൊക്കെ വാർത്തകൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തല സന്തോഷിക്കുക. രമേശ് ചെന്നിത്തലയുടെ തലമുറകളോളം ഓർക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടാകും. ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഞങ്ങൾക്ക്. അതായത് സംഘപരിവാർ സംഘടനകൾക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും നിങ്ങൾ ഒരുപാട് വടികൾ ഇട്ടുകൊടുക്കുകയാണ്, നിങ്ങളെയൊക്കെ തല്ലാൻ എന്നാണ് ഇതിന്റെ മീനിങ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൈം മിനിസ്റ്ററെ വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയെയും അച്ഛനെയും അദ്ദേഹത്തെയും ഒക്കെ ആക്ഷേപിച്ച 100-ൽ പരം കേസുകൾ ഇവിടെ കേരളത്തിലുണ്ട്. അത് രമേശ് ചെന്നിത്തല ആരുടെയും ചട്ടുകം അല്ലെങ്കിൽ പൂക്കി സതീശൻ ആരുടെയും ചട്ടുകം അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്കാണെങ്കിൽ നീയൊക്കെ അതൊന്ന് കാണിക്കണം. അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ കേസ് എടുക്കണം. കേസ് എടുക്കും. കേസ് എടുത്തില്ലെങ്കിൽ നമുക്ക് കാണാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ വളർന്നത്, ഞങ്ങളുടെ പ്രസ്ഥാനം. ഇതുപോലുള്ള ഒരുപാട് കുട്ടി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? 80കളിലെ ഇല്ലല്ലേ? എന്നാൽ അവിടം തൊട്ട് തുടങ്ങുന്ന ചരിത്രമുള്ള ഒരു മൊട്ടാബായി ഞങ്ങൾക്കുണ്ട്. മൊട്ടാബായിയെ നിങ്ങൾ ചെയ്തതിൽ കൂടുതലൊന്നും മോഹൻദാസ് ജിയെ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ഭാവി ഇനി അങ്ങോട്ട് ഞങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നു എന്ന് തന്നെ വെച്ചോളൂ. കണ്ടറിയണം കോശി, അത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് വരാൻ പോകുന്നതെന്ന്. അങ്ങനെ രമേശും സതീഷും രതീഷും ഒക്കെ ഒന്ന് ഫോം ആവട്ടെ, എന്നാലല്ലേ ഈ കളി ഒന്ന് ടൈറ്റ് ആവത്തുള്ളൂ. അപ്പൊ ശരി എന്നാ രമേശ് അണ്ണോ, ഓക്കെ.